ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയരായ നിങ്ങളെവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഓളങ്ങളും തിരമാലകളും ജീവിതത്തിന് നേരെ ഉയർന്നു വന്ന് പലപ്പോഴും അതിര് കടക്കുന്നു എന്ന് തോന്നുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനമായി യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നിന്നും ഇങ്ങനെ വായിക്കുന്നു: ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ദൈവം കടലിനോട് പറയുക, നിനക്ക് ഇത്രത്തോളം വരാം, ഇതിനപ്പുറം നീ കടക്കരുത്. മണൽ കൊണ്ട് അതിര് തിരിച്ച ദൈവം മണൽ തിട്ടകളെ നോക്കിക്കൊണ്ട് പറയുക, ഇത് കടക്കരുത്. ഈ പ്രഭാതത്തിൽ ദൈവവേദലെ അങ്ങ് അകലെ നിന്ന് ഇപ്പോൾ വിഴുങ്ങിക്കളയും, ഇല്ലായ്മ ചെയ്തു കളയും, മുഴുവൻ തകർത്തു കളയും എന്ന ഭീഷണി മുഴക്കി മല പോലെ ഉയർന്നു വരുന്ന തിരമാലയോട്, കടലിനോട് ദൈവം പറയുക, ഇത്രത്തോളം വരാം. നീ എത്ര ശക്തിയുള്ളതാണെങ്കിലും, തകർക്കാൻ കഴിയുന്ന എത്ര വലിയ കരുത്ത് നിനക്കുണ്ടെങ്കിലും, നിന്റെ ഭീഷണി എത്ര വലുതായാലും ഇത് കടക്കാൻ പാടില്ല. ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം അടങ്ങും, നിലയ്ക്കും. ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി ദൂത് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ. തിരമാല പോലെ വിഴുങ്ങിക്കളയുവാൻ ജീവിതത്തിന് നേരെ ആശ വച്ച് അലറി വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഭാരപ്പെടേണ്ട. ദൈവം അതിര് വെച്ചിട്ടുണ്ട്. അത് കയറി വരില്ല. ദൈവത്തിൻ്റെ അതിനെ മറികടക്കാൻ അതിന് കഴിയില്ല. കാരണം നിർമ്മിതാവ്, സൃഷ്ടികർത്താവ്, ഉടയവനാണ് പറഞ്ഞത് ഇത് കടക്കരുതെന്ന്. നീ കാണാത്ത, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അതിര് നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുക. അതിര് കടന്ന് ഒരു ശക്തിയും നിന്റെ അടുത്തേക്ക് വരത്തില്ല. അതിര് കടന്ന് ഒരു അനർത്ഥവും നിന്റെ കുടുംബത്തിലേക്ക് വരത്തില്ല. അതിര് കടന്ന് ഒരു ദോഷവും നിന്റെ മേൽ വ്യാപരിക്കത്തില്ല. നിന്റെ തലമുറയെ തൊടാൻ ഒരു ശക്തിക്കും കഴിയാതെ വണ്ണം ദൈവം അതിർ നിയമിച്ചിട്ടുണ്ട്. ചില ശക്തികളുടെ കോപങ്ങൾ, ചില തിരമാലയുടെ കോപങ്ങൾ നിലയ്ക്കുന്ന ഒരതിര് ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത ആ അതിരിനെ ലംഘിച്ചുകൊണ്ട് ഒരു ശക്തിയും വരില്ല. നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിന്നെ നോക്കി പറഞ്ഞു, ഇതാ ഇത്രത്തോളം നിനക്ക് വരാം. അവിടെ വരെ അത് വന്ന്, അവിടെ വരെ ആ പ്രശ്നം രൂക്ഷമായി, അതുവരെ അത് സങ്കീർണമായി മാറുമെങ്കിലും അതിനപ്പുറത്തേക്ക് അതിനെ കടക്കാൻ കഴിയാത്ത ദൈവിക അതിരുണ്ട്. വിശ്വാസത്താൽ അത് കാണാം, ധൈര്യപ്പെടാം. ദൈവം കൃപ നൽകട്ടെ.